എഴുതണം, അത് ട്യൂൺ ചെയ്യണം, അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്യണം, അതൊരാൾ പാടണം, ആ പാട്ട് ജനങ്ങളിലേക്ക് എത്തണം. അതിന് കുറേ സമയമെടുക്കും. അപ്പം അത് പലർക്കും ചെയ്യാൻ സാധിക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിജയിക്കുന്നത് എന്നുള്ളത്. അപ്പം അത്തരത്തിൽ കുറേ പാട്ടുകൾ വിജയിപ്പിക്കാൻ വി എം കുട്ടി മാഷ്ക്കും ഫസീലത്തയ്ക്കും ആ കാലഘട്ടത്തിലായി എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നേരത്തെ ഫൈസൽ മാഷ് പറഞ്ഞു പല ടൈപ്പ് പാട്ടുകൾ അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്. പൂരം കാണണ ചേലക്ക് നമ്മളി തുറിച്ച് നോക്കണ കാക്ക നിന്നുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല പടച്ചൂനാണെ ഞമ്മള് വണ്ടി കേറൂല. ഒരിക്കലും ശരീരഭാഷ കൊണ്ട് സംസാരിച്ചിട്ടല്ല ഫസീൽ തന്ന ജനങ്ങളെ കയ്യിലെടുത്തിരുന്നത്. അത് നമ്മൾ കണ്ട ഒരു സംഭവമാണ്. എന്തായിരുന്നു അന്ന് പാട്ടൊക്കെ പാടുമ്പോഴുള്ള ആ ഒരു വല്ലാത്തൊരു എനർജി ആയിരുന്നു ആ ഒരു ശബ്ദത്തിനും. അല്ലെങ്കിൽ അന്നത്തെ വേദികളെ ഇളക്കി മറിച്ചിരുന്ന പാട്ടുകളായിരുന്നു. എത്രയോ പാട്ടുകൾ ഫസീലത്തയ്ക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഭക്തി ഗാനങ്ങളായിട്ടും ഇതേപോലെ തമാശ പാട്ടുകളായിട്ടും അന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വേദികളിൽ പരസ്പരം മത്സരങ്ങളായിരുന്നു. ഒരു ഭാഗത്ത് പീർക്കയെ പോലുള്ള മഹാന്മാരായ പാട്ടുകൾ അപ്പുറത്ത് പാടുമ്പോൾ ഇപ്പുറത്ത് വി എം കുട്ടി മാഷും ട്രൂപ്പും തമ്മിലുള്ള മത്സരങ്ങൾ എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വണ്ടൂർ പണ്ട് അങ്ങനെ ഒരു മത്സരം നടന്നിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇവരിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പാട്ട് എഴുതണം, അപ്പം പാടുന്നു. എന്തായിരിക്കും അന്നത്തേക്ക് ആ ഒരു ഇത് എന്നുള്ളത് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു രോമാഞ്ചം വരുന്നൊരു കാലഘട്ടം. അപ്പോൾ ഞങ്ങളൊക്കെ പാടിയിരുന്ന കാലത്ത് തന്നെ നമുക്കറിയാം ഒരു കല്യാണ വീടാണെന്നുണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിൽ ആരാണോ വധു വരന്മാരുള്ളത് അവരെക്കുറിച്ച് എഴുതും, അവരുടെ വരികൾ എഴുതും, അവരെക്കുറിച്ച് പറയും, അവരെക്കുറിച്ച് പാടും അല്ലേ. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, പണ്ടത്തെ പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും പാടുന്നത്. പക്ഷെ അന്നത്തെ പ്രോഗ്രാമുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണ വീടാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തുക. പിന്നെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എന്താണോ അതിനനുസരിച്ചാണ് ചിട്ടപ്പെടുത്തുക. ഇപ്പോൾ ഗൾഫിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മലരണിഞ്ഞ മലവീടും കടന്ന് മധുരസം നുകർന്ന് മനസ്സുകൾ വിരിഞ്ഞ് മലനാടിൻ മണിമക്കൾ വസിക്കുന്ന മരുഭൂമിൽ ഞങ്ങൾ വരുന്നേ എൻട്രി സോങ് അതായിരിക്കും. അപ്പോൾ അത് ചിട്ടപ്പെടുത്താനും എഴുതാനും ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ബാപ്പുക്ക് എത്രയോ വർഷങ്ങളോളം മാഷ ട്രൂപ്പിൽ എഴുതി പതിഞ്ഞ എഴുത്തുകാരനാണ്, എഴുതി പഠിച്ച് പതിഞ്ഞ. അപ്പം ഞാനൊക്കെ ട്രൂപ്പിലുള്ള സമയത്ത് ബക്കർ മാഷ പോലെയുള്ള പ്രമുഖരായ ആളുകളൊക്കെ സ്ഥിരമായി, ഇപ്പം ഞാനും നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായൊരു പാട്ട് പാടിയത് ബക്കർ മാഷ പാട്ടാണ്. ആമീന ബീവിക്കാരമ്പപ്പൂ പൈതലാറ്റ കൺമണി ആനങ്ങൾക്കാകെ പൊൻപ്രഭാ വിശിത്തെളിഞ്ഞൊരമ്പിളി എന്ന് പറഞ്ഞൊരു മദ്ഹ് ഗാനത്തോടെയാണ് എൻ്റെ ഈ തുടക്കം. അപ്പം മാഷ് എന്നെ അന്ന് പഠിപ്പിച്ചു തന്നത് ഇതുപോലുള്ള പാട്ടുകൾ. ഇപ്പോൾ ഫസീലത്തെ പാടി ഹിറ്റാക്കിയിരുന്ന ആമീന ബീവിക്കോ മനമോ നീ ആരിലും കനിയും ഇമ്പത്തേനീ ആനങ്ങൾ പകയുള്ള റസൂലേ ആദിയോൻ പുകഴ്ത്തുന്ന ഹബീബേ. അത് മാഷ് ഒരു പ്രത്യേക രീതിയിലാണ് പഠിപ്പിക്കുക. ആമീന മാഷ് അങ്ങനെ ഒരു തിങ്സൊക്കെ മാഷ്ക്ക് അങ്ങനെ തന്നെ വരണം, ആ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പല ആളുകളും പല സംഗീത സംവിധായകരും, എനിക്ക് ഫസീലത്തയ്ക്ക് ബാബുക്കയുടെ കൂടെ വർക്ക് ചെയ്യാനും അവർ കമ്പോസ് ചെയ്ത് എത്രയും പാട്ടുകൾ പാടാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പോരെ ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് വേണ്ടത്. ഇപ്പോൾ നേരത്തെ ബക്കർ മാഷിവിടെ സംസാരിച്ചു. ഫസീലത്തയുടെ മോന് അന്നത്തെ ഫസീലത്തയുടെ അനുസ്മരണത്തിൽ ഞങ്ങളൊക്കെ കണ്ണു നിറയിച്ച സംസാരമായിരുന്നു. അപ്പം എനിക്കതിൽ ഏറ്റവും ടച്ചിങ് ആയ ഫസീലത്തയുടെ മരണ ദിവസം വല്ലാത്തൊരവസ്ഥയായിരുന്നു. അന്ന് മയ്യത്തെടുക്കുന്ന സമയത്ത് മോള് തലയിറങ്ങി വീഴുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ മോന് അവസാന ആ മയ്യത്തെടുക്കുന്ന സമയത്ത് സംസാരിച്ച ചില വാക്കുകൾ, എൻ്റെ ഉമ്മയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ബാധ്യതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുള്ള അവസാന സമയത്ത് ഉള്ള ആ സംസാരമൊക്കെ ഞാൻ ആ ജനലിൻ്റെ
നെല്ലിൽ പിടിച്ച് നിന്ന് ഫസീലത്തയുടെ ആ മയ്യത്തെ എടുക്കുന്ന സമയത്തുള്ള ആ രംഗമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ മോൻ്റെ ആ സംസാരം കേട്ടപ്പോൾ എത്ര മനോഹരമായിട്ടാണ് മക്കളെ അവർ വളർത്തിയത്. ഒരു ഉമ്മയ്ക്ക് ചെയ്യാകുന്ന ഏറ്റവും വലിയ പുണ്യം അത്ര സ്നേഹത്തോടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. മക്കള് ഉമ്മയെ സ്നേഹത്തോടെ ഓർക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ജന്മം സഫലീകരിച്ചു എന്നാണ്. അപ്പം മോൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ ഉമ്മ അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മ അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇത്രയും തിരക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഒരു മാസത്തിൽ 30 ദിവസത്തിൽ 30-ലേറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്ന ആളായിരുന്നു ഉയ്യൻകുട്ടി മാഷ്. ഇത്രയും തിരക്ക് പിടിച്ച ഒരു ജീവിതം നയിച്ച ഫസീലത്ത എങ്ങനെയായിരിക്കും മക്കളെ സ്നേഹിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ടാവുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ആ എത്ര സമയം ചിലവഴിച്ചു എന്നുള്ളതല്ല, കൊടുക്കുന്ന സമയം അവർ അത്രമാത്രം വാരി കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഫസീലത്തെ ഇപ്പോഴും ആ മക്കൾ അങ്ങനെ നെഞ്ചിലേറ്റി നടക്കുന്നത്. എല്ലാവർക്കും ഉമ്മമാർ പ്രിയപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ആ ഉമ്മയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നാരായണേട്ടൻ സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പെങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഫസീലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കുഞ്ഞിക്ക ഫസീലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സാജിത്ത് എല്ലാവരും സംസാരിക്കുമ്പോഴും ഫസീലത്തേക്ക് ഒരു പ്രത്യേകത. അതങ്ങനെയാണ്, അതൊരിക്കലും മാറ്റാൻ കഴിയില്ല. അത് ഫസീലത്ത് അങ്ങനെ നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കും. എന്നും അങ്ങനെ തന്നെ ആവട്ടെ. വന്ന സമയത്ത് ഫക്കർ മാഷ് പറഞ്ഞു, നോക്ക് 2 ആളെ ഇരിക്കുന്ന കണ്ടില്ലേന്ന്. അപ്പം ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് മാഷും ഫസീലത്തെയും അവരിതൊക്കെ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും നമ്മുടെ പ്രാർത്ഥന, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങളുടെ ഗുരുനാഥനും അവരുടെ ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നും ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളെ വളർത്തിയത് അങ്ങനെയാണ്. മാഷ് ഞങ്ങളെ ട്രൂപ്പിലെ കുട്ടികളായിട്ടല്ല വളർത്തിയിട്ടുള്ളത്, ഞങ്ങളെ മക്കളായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഒരു പെരുന്നാളായി കഴിഞ്ഞാൽ മക്കളെ കൂടെ ഞങ്ങളെയും കൊണ്ടുപോകും ഡ്രസ്സ് വാങ്ങിത്തരാൻ. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. അതൊക്കെ അനുഭവിച്ചാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവർ സഹോദരങ്ങളാണ്, ഞങ്ങൾക്ക് സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം വരുമ്പോൾ അതാണ് ഞങ്ങളൊക്കെ എന്തായാലും മുന്നിൽ വരുന്നതും. എന്നെ കുഞ്ഞിക്ക് വിളിച്ചിട്ടൊന്നുമില്ല. ഞാനിന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ തന്നെ വിളിക്കാഞ്ഞത്, ഈ വരാതിരിക്കാനെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ട്, നേരിട്ട് വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതങ്ങനെയാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൂടും, ചീത്തയും പറയും, കളിയാക്കും. അങ്ങനത്തെ ഒരു ബന്ധമാണ്. അതേ ബന്ധം തന്നെയാണ് ഫസീലത്തയായിട്ടുള്ളത്. അപ്പോൾ എന്നും നമുക്ക് ഫസീലത്തയ്ക്കും കുടുംബത്തിനും മക്കൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാനും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പഠിച്ച തമ്പുരാൻ സഹായിക്കുന്നത്. എന്നും നമുക്കൊക്കെ ഫസീലത്തയ്ക്കും മാഷിനൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫസീലത്ത പാടിയ 2 വരിയോടുകൂടെ ഞാൻ നിർത്തുന്നു. പാപം